റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പേരിൽ വാട്സപ്പിൽ ലഭിച്ച സന്ദേശം തുറന്നു ആ നിമിഷം തന്നെ അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടപ്പെട്ടു. അങ്ങനെ പരാതി വന്നിട്ടുണ്ട്. പാലക്കാട് പൊൽപ്പുള്ളി സ്വദേശിക്കാണ് ബാങ്കിൽ നിന്നും 30,000 രൂപ നഷ്ടമായത്. KYC അപ്ഡേറ്റ് ചെയ്തെങ്കിൽ അക്കൗണ്ട് മരവിപ്പിക്കുമെന്ന സന്ദേശത്തോടൊപ്പം ലഭിച്ച ഡോക്യുമെന്റ് തുറന്നപ്പോഴാണ് പണം നഷ്ടമായതെന്ന് പരാതിക്കാരൻ പറയുന്നു. ATM പിൻ ആവശ്യപ്പെട്ട് തട്ടിപ്പുകാർ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നുവെന്നും പുൽപ്പള്ളി സ്വദേശി റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഒന്ന് കേൾക്കാം. ഇന്നലെ രാവിലെ ഒരു 8 മണിക്ക് ശേഷം 8:40 ശേഷമാണ് മൊബൈലിലേക്കൊരു വാട്സപ്പിലൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. വാട്സാപ്പിൽ വന്ന മെസ്സേജിൽ ഓപ്പൺ ചെയ്തപ്പോൾ അതിലൊരു ഫയലാണ് വന്നിട്ടുള്ളത്. ബാങ്ക് ഓഫ് ഇന്ത്യൻ്റെ മെസ്സേജ് എന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത സമയത്ത് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കസ്റ്റമർ സർവീസിൽ നിന്നാണ് വന്നിട്ടാണ് ഒരു ഫയൽ ഓപ്പണായി. അതൊരു ആപ്പ് ഓപ്പണായിട്ട് അതിൽ ATM ഡിജിറ്റ് അടിക്കാനാണ് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ATM ഡിജിറ്റും മൊബൈൽ നമ്പർ ഡിജിറ്റും അടിക്കാനായിട്ടാണ് അതിൽ ഓപ്ഷൻ കാണിച്ചത്. അപ്പോൾ അത് കട്ട് ചെയ്ത് ഹോമിലേക്ക് വന്ന് തിരിച്ച് ഫോൺ കട്ട് ചെയ്ത ഉടനെ ഒരാളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ ഇംഗ്ലീഷിലാണ് സംസാരിച്ചത്. അപ്പോൾ ഞങ്ങൾ ബാങ്കുമായിട്ട് ബന്ധപ്പെടാമെന്ന് പറഞ്ഞപ്പോൾ അവർ നോ സാർ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യായിരുന്നു ഉണ്ടായത്. അതിനുശേഷം പിന്നെ നമുക്ക് ടെക്സ്റ്റ് മെസ്സേജായിട്ട് വരുമായിരുന്നു. ടെക്സ്റ്റ് മെസ്സേജിൽ പൈസ പോയതായിട്ടാണ് കാണുന്നത്. ഉടനെ ഞങ്ങൾ ബാങ്കിൽ പോയിട്ട് അന്വേഷിച്ചപ്പോൾ സമയത്ത് ബാങ്കിൽ നിന്ന് ഇതിൽ നിങ്ങളുടെ മൊബൈൽ ഹാക്ക് ചെയ്തിരിക്കുകയാണ്, പൈസ പോയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അവർ ബാങ്കിൽ നിന്ന് സ്റ്റേറ്റ്മെൻറ്റും തന്നു. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതിയും കൊടുത്തിട്ടുണ്ട്. ഇക്ബാൽ അറക്കലാണ് നമുക്ക് പഞ്ചത്. ഇക്ബാൽ അറക്കൽ, അപ്പോൾ ഈ സുഹൃത്തിന്റെ അടുത്ത് ATM പിൻ നമ്പർ അടക്കം ചോദിച്ചു. ആ ATM പിന്നും കൂടി കൊടുത്തു അല്ലേ? അങ്ങനെയാണല്ലേ പണം പോയത് ഇക്ബാൽ? അരുൺകുമാർ, അതായത് ഈ പൊൽപ്പുള്ളി സ്വദേശിയായിട്ടുള്ള ഈ വ്യക്തി ATM പിന്ന് പോലും നൽകിയിട്ടില്ല. അങ്ങനെ ATM പിന്ന് പോലും കൊടുക്കാതെ തന്നെ ഇവരുടെ അക്കൗണ്ടിൽ നിന്ന് പണം പോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. പാലക്കാട് പൊൽപ്പുള്ളിയിലെ ബാങ്ക് ഓഫ് ഇന്ത്യ ശാഖയിലെ അക്കൗണ്ട് ഹോൾഡറായിട്ടുള്ള പൊൽപ്പുള്ളി സ്വദേശിക്കാണ് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടാകുന്നത്. 2 ദിവസങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക് വാട്സപ്പിലേക്ക് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നാണെന്ന് പറഞ്ഞ ഒരു സന്ദേശം എത്തുന്നു. തുറന്നു നോക്കിയപ്പോൾ KYC അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ ഉടൻ തന്നെ അക്കൗണ്ട് മരവിപ്പിക്കും, എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന ഒരു APK ഫയൽ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ഡീറ്റെയിലുകൾ നൽകി KYC അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇവർക്ക് ലഭിച്ച സന്ദേശം. ഇത് പ്രകാരം ഈ വ്യക്തി ഈ APK ഫയൽ ഓപ്പൺ ചെയ്തു. പക്ഷേ അതിനകത്ത് ചോദിച്ചിരുന്നത് അവരുടെ ATM പിന്നും മൊബൈൽ നമ്പറുമായിരുന്നു. പക്ഷേ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ATM പിന്നുകളൊന്നും ആർക്കും തന്നെ നൽകരുതെന്നുള്ള നിർദ്ദേശമുള്ളതുകൊണ്ട് തന്നെ ഈ വ്യക്തി ആ ആപ്പ് പെട്ടെന്ന് ക്ലോസ് ചെയ്തു. ഉടൻ തന്നെ ഇവരുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. ആ ഫോൺ എടുത്ത് സംസാരിക്കുന്നതിനിടയിൽ വീണ്ടും ATM പിന്ന് ആവശ്യപ്പെടുന്നു. പക്ഷേ ATM പിന്നെ എന്തിനാണെന്ന് ചോദിച്ച് തങ്ങൾ വേണമെങ്കിൽ ബാങ്കിലേക്ക് വരാമെന്ന് പറഞ്ഞതും അവർ ഫോൺ കട്ട് ചെയ്ത് രക്ഷപ്പെടുകയായിരുന്നു. പക്ഷേ പിന്നീട് 6 ഘട്ടങ്ങളായി ഇവരുടെ അക്കൗണ്ടിൽ നിന്ന് 30,000 രൂപയാണ് അരുൺകുമാർ നഷ്ടമായത്. പെട്ടെന്ന് തന്നെ പരിഭ്രാന്തിയിൽ ഇവർ ഈ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ പൊൽപ്പുള്ളി ശാഖയിലേക്ക് എത്തി എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിച്ചപ്പോൾ അക്കൗണ്ടിൽ നിന്ന് ഘട്ടം ഘട്ടമായി പണം നഷ്ടമായിരിക്കുന്നു. പക്ഷേ ഇത് ആർക്കാണ് പോയതെന്നും ഒന്നും ഇവർക്ക് കണ്ടെത്താൻ വേണ്ടി സാധിച്ചില്ല. ഏതായാലും പോലീസിലും സൈബർ സെല്ലും ഇവർ പരാതി നൽകിയിട്ടുണ്ട്. ATM പിന്നുകളൊന്നും നൽകാതെ തന്നെ ഇത്തരത്തിലൊരു APK ഫയൽ അയച്ച് ആ APK ഫയൽ ഉപയോഗിച്ചുകൊണ്ട് ആളുകളുടെ അക്കൗണ്ടുകളിൽ നിന്ന് പണം തട്ടുന്ന സംഘം വ്യാപകമായിരിക്കുകയാണ്. ഏതായാലും ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണം ഇപ്പോൾ സൈബർ സെല്ലും പ്രേക്ഷകർ ഒരു കാര്യം മനസ്സിലാക്കുക. ഒരു കാരണവശാലും KYCയുമായി ബന്ധപ്പെട്ടോ മറ്റേതെങ്കിലും സന്ദേശമോ നിങ്ങളുടെ മൊബൈൽ ഫോണിലെ വാട്സപ്പ് വഴി ഒരു ബാങ്കും ചോദിക്കില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഡീറ്റെയിൽ ഷെയർ ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ വിശ്വസിച്ചോളൂ, അത് കംബോഡിയയിലും വിദേശ രാജ്യത്തും ഇരുന്ന് നമ്മളെ പറ്റിക്കുന്ന വലിയ സൈബർ കെണി സംഘങ്ങളാണ്. ഒരു കാരണവശാലും അവയുടെ മുന്നിൽ പോയി തലവെച്ച് കൊടുക്കരുത്.